ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാ എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 64. ഖാല, അദ്ദേഹം പറഞ്ഞു, അത് ഷെയ്ഖ് അവറുകൾ പറയാണ്, വലഹു അദ്ദേഹത്തിനുണ്ടായി ലിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ, അതായത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവറുകളിൽ നിന്നുള്ള റിപ്പോർട്ടുണ്ട്. മൻ തഅല്ലഖ തമീമത്തൻ ഫലാ അതമ്മല്ലാഹു ലഹു ഇലാ ആഖിരിഹി. അതായത് ഹദീസ്, ഒരാൾ ആരെടുത്തൻ തമീമത്ത് ബന്ധിച്ചുവോ, വളയം, മന്ത്രച്ചരട്, ഐക്കല്ല്, ഏലസ്, ഇതൊക്കെ പെടും, അവന് അള്ളാഹു അത് പൂർത്തീകരിക്കാതിരിക്കട്ടെ. എന്തിനു വേണ്ടിയിട്ടാണോ അവനത് കെട്ടിയത്, ആ ഉർക്ക് കെട്ടിയത്, ഏലസ് കെട്ടിയത്, അത് അവന് അള്ളാഹു പൂർത്തീകരിക്കാതിരിക്കട്ടെ ആ ഉദ്ദേശം എന്ന് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്. ഖൗലുഹു, വചനം, മൻ തഅല്ലഖ ആരെടുത്തൻ ബന്ധിച്ചുവോ എന്ന് പറഞ്ഞാൽ കെട്ടിയോ ബന്ധിച്ചുവോ എന്നെ ആശയം. ഐ മൻ അല്ലഖ ഹാദ ഷൈഅ അലാ ജിസ്മിഹി, ഈ സംഗതി, ഈ ഏലസ്, വളയം ഒക്കെ രക്ഷ ആരെടുത്തൻ അവൻ്റെ ശരീരത്തിൽ കെട്ടിയോ, ഔ അല്ലഖ ഖൽബഹു ബിഹി, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തെ അതുമായി ബന്ധിപ്പിച്ചോ, വഅതഖദ ഫിഹി, ആ കെട്ടുന്ന സംഗതി, ആ ഏലസ് എന്താവട്ടെ അതിൻ്റെ വിഷയത്തിൽ അവൻ വിശ്വസിക്കുകയും ചെയ്തു, അന്നഹു യൻഫഉഹു ഔ യദുറുഹു മിൻ ദൂനില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ കൂടാതെ ആ സംഗതി, ആ ഏലസ്, ആ തകിട് എന്താവട്ടെ അത് അവന് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലെങ്കിൽ ഉപകാരം ചെയ്യും എന്ന്. തമീമത്ത് പറഞ്ഞാൽ അത്തമീമത്ത് ഖുർസാത്തു തഅല്ലുഖിൻ അലൽ ഔലാദി യത്തഖൂന ബിഹാ അൽ ഐൻ, കണ്ണേറിന് വേണ്ടിയിട്ട് കിട്ടുന്നൊരു സാധനമാണ്. കദാലിക മാ ഷാബഹ മിൻ കുല്ലി മാ യുഅല്ലഖു മിനൽ ഖുർസാത്തി വഗൈരിഹാ മിനൽ ഹുറുസി വൽ ഹുജുബി, രക്ഷയായിട്ട് ഇങ്ങനെ കിട്ടുന്ന ഐക്കല്ല്, അരസ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇതുമായി സദൃശമായിട്ടുള്ള സാധനമൊക്കെ പെടും. ഫഹാദ ലൈസ ബി ഖാസിം ബിൽ ഖുറുസി ഇന്നമാ ഹാദ തഫ്സീറു ലി ബയാനി നൗഇൻ മിൻ അൻവാഇൽ മുഅല്ലഖാത്തി, ഇങ്ങനെ കെട്ടുന്ന ചരടുകൾ, വളയങ്ങൾ, രക്ഷകൾ, ഇതിനൊക്കെ കൂടി മൊത്തത്തിൽ പറയുന്ന ഒരു വിശദീകരണമാണിത്, ഒരു സംഗതിയാണിത്. ഒമിൻഹും മൻ യുഅല്ലിഖു നഅല അലൽ ബാബി, ചില ആളുകളുണ്ട് എന്ത്, വീടിൻ്റെ വാതിലിൽ ചെരുപ്പ് കെട്ടി തൂക്കുക. വജഅലു വജ്ഹന്ന അലി മുഖാബിലൻ ലിശഖ്സിലാത്തി, വരുന്ന ആളുടെ അഭിമുഖമായിട്ട് ചെരുപ്പ് വെക്കുക, ചെരുപ്പ് കെട്ടി തൂക്കുക. ഔ അല സയ്യാറത്തി, അല്ലെങ്കിൽ കാറിൽ, വാഹനത്തിൽ. യദുന്നൂന, എന്നിട്ട് അവർ വിചാരിക്കുന്നു, അന്ന ഹാദിഹിൽ അഷ്യാ, ഈ സംഗതികൾ, ഈ വസ്തുക്കൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയാൽ തദ്ഫഉ അൻഹും ഷർറൽ ഹസദി, അസൂയയുടെ ഷർറ് അതുകൊണ്ട് തടയും. വക്കുല്ലു ഹാദാ മിൻ ഉമൂരിൽ ജാഹിലിയത്ത്, ഇതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലെ ജാഹിലിയ പ്രവർത്തികളിൽ, ജാഹിലിയ കാര്യങ്ങളിൽ പെട്ടതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്നുള്ളത് മാത്രമല്ല, ജാഹിലിയത്ത് ഇപ്പോഴും ഉണ്ടാകാം, ഏത് കാലത്തുണ്ടാകും, ആ ജാഹിലിയത്തിൽ പെട്ടതാണ് ഇതൊക്കെ എന്ന്. ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഓർമ്മ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബദർ മൗലിദ് എന്ന സംഗതി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. ഈ ബദർ മൗലിദിൻ്റെ തുടക്കത്തിലുണ്ട് ഒരു സംഭവം. അതിന് പാരമ്പര്യമോ കാര്യമോ സംഭവമൊന്നും ഉണ്ടാവില്ല, ഒരു റിപ്പോർട്ട്. എന്താണ് അതിൽ പറയണത്, ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അയാളുടെ വീടിൻ്റെ വാതിൽക്കൽ ബദരീങ്ങളുടെ പേര് എഴുതി കെട്ടിത്തൂക്കി. എന്നിട്ട് അയാൾ ഹജ്ജിന് പോയപ്പോൾ വീട്ടിലേക്ക് കള്ളന്മാർ വന്ന് വീടിൻ്റെ അടുത്ത് എത്താനാകുമ്പോഴേക്ക് ഭയങ്കര ഒച്ചയും വിളിയും ബഹളം, ആയുധം കൊണ്ടുള്ള പെരുമാറ്റമൊക്കെ അങ്ങനെ തോന്നി, പേടിച്ചിട്ട് അവർ പോയി. അങ്ങനെ ഇത് രണ്ടാമത് വന്നു, പല പ്രാവശ്യം വന്നു. അപ്പോഴൊക്കെ ഇവർ പേടിച്ച് പോവുകയാണ് ചെയ്തത്. എന്താണ്, ഈ ബദരീങ്ങളുടെ പേര് കെട്ടിത്തൂക്കിയത് കൊണ്ടാണെന്നാണ് വിശ്വാസം. എന്നിട്ട് അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് അയാൾ വന്ന്, ഇപ്പോൾ ഈ കള്ളന്മാരുടെ നേതാവ് ഇയാളുടെ അടുത്ത് വന്നു, ഈ വീട്ടുകാരുടെ അടുത്ത് വന്നു. അല്ല, എന്താ നിങ്ങൾ ഇവിടെ രക്ഷയ്ക്ക് വേണ്ടി എന്താ ചെയ്തിരുന്നത്? ഞാനിങ്ങനെ ബദരീങ്ങളെ പേര് കെട്ടിത്തൂക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബദരീങ്ങളെ പേര് ഇങ്ങനെ വീടിൻ്റെ വാതിൽക്കൽ കെട്ടിത്തൂക്കിയാൽ അത് രക്ഷയേകും എന്ന വിശ്വാസമാണ്. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ബദർ മൗലിദ് കൊണ്ടുവന്നത്. അത് പാരമ്പര്യം കാര്യമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൽ പെടും. ഇതൊക്കെ
ഇത് ഷിർക്കിൽപ്പെടും എന്നർത്ഥം. വഖൗലുഹു നബി വചനം ഫലാ തമ്മല്ലാഹു ലഹു, അങ്ങനെ ഒരാൾ തമീമത്ത് കെട്ടിയാൽ അവന് അള്ളാഹു എന്തിനു വേണ്ടിയാണോ അവൻ ചെയ്തത് അതിന് പൂർത്തീകരിക്കാതിരിക്കട്ടെ എന്ന്. ഹദാ ദുആഉ മിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. ബി അന്നല്ലാഹു ലാ യത്തിമു ലഹു ഉമൂറഹു, അവന് ഇങ്ങനെ ചെയ്ത വ്യക്തിക്ക് അവൻ്റെ കാര്യം അള്ളാഹു പൂർത്തീകരിക്കാതിരിക്കട്ടെ എന്ന് നബി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. വയഅ്കിസു മഖ്സൂദഹു അലൈഹി, അവൻ്റെ ഉദ്ദേശം എന്താണ്, അവൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കട്ടെ എന്ന് നബി പ്രാർത്ഥിച്ചത് രാഷ്ട്രീയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുജാബുദ്ദാ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തിയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചു, പിന്നെ അള്ളാഹു അതിന് അപ്പപ്പോഴേ ഉത്തരം നൽകി എന്നതിനർത്ഥമല്ല. നബിയുടെ ആഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹു സാധിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ സൃഷ്ടികളിലെ ഏറ്റവും മുജാബുദ്ദാവ. ഫഹാദിഹി ദഅവതു തതനാവലു കുല്ല മൻ അല്ലഖ അലാ നഫ്സിഹി ഔ അലാ ഗൈരിഹി ശൈഅൻ മിനൽ ഹുജ്ബി വൽ ഹുർസി വത്തമാഇമി യുരീദു ബിഹാ കഫ ശർരി അൻഹു ഇലാ യൗമിൽ ഖിയാമ. അപ്പോൾ ഇത് ഒരാൾ തൻ്റെ ശരീരത്തോട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനത്തോട് ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള രക്ഷകൾ തമീമത്തുകൾ ഒക്കെ കെട്ടുന്ന എല്ലാവർക്കും ബാധകമാണ്. എന്തുദ്ദേശിച്ചുകൊണ്ട്, പിന്നെ ഷെറ് നീക്കം ചെയ്യാൻ, തിന്മ നീക്കം ചെയ്യാൻ, ഉപദ്രവം നീങ്ങാൻ വേണ്ടി ഉദ്ദേശത്തിൽ അങ്ങനെ കെട്ടിയാൽ ഖിയാമത്ത് നാൾ വരെ കെട്ടുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇല്ലാ അൻ യതൂബ ഇലല്ലാഹി അസ്സ വജൽ, അവൻ അള്ളാഹു അസ്സ വജലിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ, മടങ്ങിയാൽ ഒഴികെ. ഫമൻ താബ താബ അല്ലാഹു അലൈഹി, അപ്പോൾ ആരൊരുത്തൻ അങ്ങനെ മുഖലിസായ നിലയിൽ നസുഹായ തൗബ ചെയ്തോ അവന് അള്ളാഹു തൗബ സ്വീകരിക്കും. ഫമല്ലം യതുബ്, ആരൊരുത്തൻ തൗബ ചെയ്തില്ലയോ ഇങ്ങനെയൊക്കെ കെട്ടി ചെയ്തിട്ട്, ഫലാ തമ്മല്ലാഹു ലഹു, അവന് അള്ളാഹു അത് പൂർത്തീകരിക്കുകയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ലാ തമ്മല്ലാഹു ലഹു അംറഹു വമഖ്സൂദഹു, അവൻ്റെ കാര്യം, അവൻ്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിക്കാതിരിക്കട്ടെ. ബൽ അസാബഹു ബി അക്സി മാ യുരീദു മിനൽ ദററി വൽ ശർരി വൽ ഖൗഫി വൽ ഖലഖ്. പക്ഷെ അവനെന്താ സംഭവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവന് ബുദ്ധിമുട്ട്, തിന്മ, ഭയം, ബേജാറ്, ബത്തപ്പാട്, ഇതൊക്കെ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ചെയ്യുക. അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. ചിലപ്പോൾ താൽക്കാലികമായ ചില പ്രയാസങ്ങൾ നീങ്ങിയതൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ആത്യന്തികമായി നോക്കുമ്പോൾ പരാജയമാണ്. അവർ എപ്പോഴും ടെൻഷനിലും പ്രശ്നങ്ങളിലാണ്. ഒന്ന് കഴിയുമ്പോൾ വേറൊരു പ്രശ്നം, അവൻ്റെ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല. വലിഹാദാ തെജിദൂന മൻ യുഅല്ലിഖൂന ഹാദിഹിൽ അഷ്യാ മിൻ അക്സരി നാസി. അപ്പോൾ ഇങ്ങനെ ചരടും പിന്നെ നൂലും അതേപോലെ ഐക്കല്ലും ഏലസും ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ അധിക ആളുകളെ നിനക്ക് കാണാം. എങ്ങനെ? ഹൗഫൻ വ ഹമ്മൻ വ ഹുസൻ വ ളുഅഫൻ വ ഖൗറ, ദുർബലതയും ദുഃഖവും പ്രയാസവും പേടിയും ഒക്കെ അവരെ ബാധിക്കുന്നതായിട്ട്. ബി അകസിൻ മുവഹിദീനാൽ മുഅ്തമദീനാൽ അല്ലാഹ്, അള്ളാഹുവിൽ അവലംബിക്കുന്ന മുവഹിദുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥക്ക് എതിരായ നിലയിൽ, കാരണം അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഫതജിദൂനഹും അഖ്വന്നാസി അസീമത്തൻ വ അഖ്വന്നാസി അമല. എന്നാൽ അപ്പോൾ അള്ളാഹുവിൽ അവലംബിക്കുന്ന മുവഹിദുകളുടെ അവസ്ഥ എന്താണ്? അവർ ജനങ്ങളിൽ ദൃഢനിശ്ചയമുള്ള ആൾക്കാരാണ്, തൻ്റെ ഇടമുള്ള ദൃഢനിശ്ചയമുള്ള ആൾക്കാർ. അഖ്വന്നാസി അമല, ജനങ്ങളിൽ ശക്തമായിട്ട് കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ആകെ മനസ്സിന് ചാഞ്ചല്യം സംഭവിച്ചാൽ പിന്നെ നമുക്ക് കർമ്മോത്സുകരാകില്ല. നമ്മൾ പൊതുവെ ഇത് ഇപ്പോൾ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളാണ്, ആഖിറത്തിൻ്റെ വിഷയങ്ങളാണെങ്കിലൊക്കെ കർമ്മത്തിൽ നിരതരാവാനും നമുക്ക് തടസ്സമാകും, നമുക്ക് പ്രയാസങ്ങൾ, ടെൻഷൻ അടിച്ചാൽ. നേരെ മറിച്ച് വഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ താൽക്കാലികമായ അവന് പ്രയാസം, മനസ്സിന് വിഷമൊക്കെ ഉണ്ടായാൽ പോലും അത് അവൻ എന്ത് ചെയ്യും? അവൻ ഓവർടേക്ക് ചെയ്യും, അത് അവനെ ഓവർകം ചെയ്യും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? സ്ഥിരോത്സാഹിയും കഠിനാധ്വാനിയും കർമ്മോത്സുകനുമായി മാറും, ശക്തനായിട്ട്. ഒത്തജിദൂനഹും ലിഅന്ന ഐളൻ ഫി അംനിൻ വ ഇസ്തിഖ്റാറിൻ വ ഇൻഷിറാഹി സുദൂരി. മാത്രമല്ല അവർ നല്ല നിർഭയത്വത്തിലും സ്ഥൈര്യത്തിലും അതേപോലെ ഹൃദയങ്ങൾ വിശാലത ഉള്ളവരുമായിട്ട് കാണാം അവരെ വഹിദുകളെ. ലിഅന്നഹും യുഅ്മിനൂന ബില്ലാഹി അസ്സ വജല്ല വഹ്ദഹ്, കാരണം അല്ലാഹു അസ്സ വജൽ മാത്രം അവർ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവനാണ് എന്തുപകാരം ചെയ്യുന്നത്, ഉപദ്രവം തടുക്കുന്നത്, എല്ലാം അവന് മാത്രമേ സാധിക്കൂ. അപ്പം അവനോടാണ് ചോദിക്കേണ്ടത്, അവനോടാണ് ഇസ്തിആസ നടത്തേണ്ടത്, അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. യുഅല്ലിഖൂന ആമാലഹും ബില്ലാഹി അസ്സ വജൽ, അവരുടെ ആശകളും പ്രതീക്ഷകളും ഒക്കെ അമലുകൾ ഒക്കെ അള്ളാഹുമായിട്ട് അവർ ബന്ധിപ്പിക്കുന്നു. അല്ലാഹു യക്ഫീഹിം സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലായി അവർക്ക് മതി എന്നതാണ്. അള്ളാഹു പറഞ്ഞ പോലെ
ഖുൽ ഹസ്ബിയല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഖുൽ നബിയെ പറയാ, ഹസ്ബിയല്ലാഹ്, അല്ലാഹു മതി, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ അവനിൽ ഭരമേൽപ്പിക്കുന്നു. യഖൂലു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരു ആയത്തിൽ കാണാം, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. വമൻ യതവക്കൽ അലല്ലാഹ്, ആരെടുത്തൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുവോ, ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹു മതി. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, നിശ്ചയം അല്ലാഹു അവൻ്റെ കാര്യം പ്രാപിക്കുന്നതാണ്. അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് അല്ലാഹു എത്തിക്കും, അത് അവന് പ്രാപിക്കും. അതിനാരുടെ ഒത്താശ അവന് വേണ്ട, അള്ളാഹുവിന് വേണ്ട. ഖദ് ജഅലല്ലാഹു, നിശ്ചയം അള്ളാഹു ആക്കിയിരിക്കുന്നു, ലികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കൾക്കും എല്ലാ കാര്യത്തിനും, ഖദ്റ, ഒരു വ്യവസ്ഥ, ഒരു കണക്ക് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരം സംഗതി നടക്കും. വഖൗലുഹു, നബി വചനം, വമൻ തഅല്ലഖ വദ്അതൻ ഫലാ വദഅ അല്ലാഹു ലഹു, ആരെടുത്തൻ വദ്അത്ത് ബന്ധിപ്പിച്ചുവോ അവന് റാഹത്ത് ഉണ്ടാകാതിരിക്കട്ടെ, അവൻ്റെ കാര്യം സാധിക്കാതിരിക്കട്ടെ. അൽ വധു, വധു എന്ന് പറഞ്ഞാൽ എന്താ, ഷെയ്ഉൻ ഇസ്തഖ്റജു മിനൽ ബഹ്രി യുഷ്ബിഹു സ്വദ്ഫ, അത് ഒരു സമുദ്രത്തിൽ നിന്ന് എടുക്കുന്നൊരു സാധനം, സ്വദുഫ്, ഒരു മുത്തിൻ്റെ ഒക്കെ പോലത്തെ ഒരു സംഗതി. യുഅല്ലിഖൂനഹു അലാ സുദൂരിഹിം ഔ അലാ അഅനാഖിഹിം ഔ അലാ ദവാബിഹിം, അവർ മുശ്രിക്കുകൾ ചെയ്തിരുന്ന എന്താ, അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്നത് അവരുടെ നെഞ്ചിൽ ഇത് ബന്ധിപ്പിക്കും, അല്ലെങ്കിൽ പെരടിയിൽ ബന്ധിപ്പിക്കും, അനാക്ക്, അല്ലെങ്കിൽ ദവാബ്, അവരുടെ മൃഗങ്ങളിൽ, വാഹനങ്ങളിലൊക്കെ ഇത് ബന്ധിപ്പിച്ചിടും, കെട്ടിയിടും. യത്തഖൂന ബിഹി അൽ ഐന്, കണ്ണേറിൽ നിന്ന് കാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഫലാ വദഅ അല്ലാഹു ലഹു, അങ്ങനെയാണെങ്കിൽ ആ ചെയ്ത വ്യക്തിക്ക് അള്ളാഹു എന്ത് വദഅ നൽകാതിരിക്കട്ടെ. ഐ ലാ തറക്കഹു ഫി ദഅത്തിൻ വസുകൂനിൻ വറാഹത്തിൻ, ശാന്തതയും സമാധാനവും റാഹത്തും സംതൃപ്തിയും അവനുണ്ടാകാതിരിക്കട്ടെ എന്നാണ് നബി പ്രാർത്ഥിച്ചത്. ബൽ സല്ലത അലൈഹിം അൽ ഹുമൂം വൽ അഹ്സാൻ വൽ വസാവിസ് വൽ അഅദാ ഹത്താ യുസ്ബിഹ ഫി ഖലഖിൻ വഹമ്മിൻ വഗമ്മിൻ ദായിമിൻ, അവന് ആകെ പ്രയാസം, ടെൻഷനും ദുഃഖവും വസ്വാസും ശത്രുക്കളും ഒക്കെ അവനിൽ ബാധിക്കട്ടെ. അങ്ങനെ അതിൽ ബാധിച്ചിട്ട് അവന് കലക്കലും ഹമ്മിലും ഒമ്മിലും ആകെ വിഷമത്തിലും പ്രയാസത്തിലും പിന്നെ ബേജാറിലും ബദ്ധപ്പാടിലും ഒക്കെ ആകും എന്നതാണ്. വഹാദ ദുആഉം മിനർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാ. ബി അൻ യസ്ലുബ അല്ലാഹു റാഹതഹു ഇസ്തിഖറാറഹു അംനഹു, അല്ലാഹു അവനുള്ള റാഹത്ത്, അവൻ്റെ സ്ഥൈര്യം, അവൻ്റെ നിർഭയത്വം, ഇതൊക്കെ അല്ലാഹു വലിച്ചെടുക്കട്ടെ, പിൻവലിക്കട്ടെ. വയുസ്ബിഹു ഫീ ഖൗഫിൻ വഹമ്മിൻ വഖലഖിൻ ദായിമിൻ, സ്ഥിരമായിട്ട് അവൻ പ്രയാസത്തിലും ഭയത്തിലും ബദ്ധപ്പാടിലും ബേജാറിലുമാകട്ടെ. യഖാഫു മിൻ കുല്ലി ഷൈ, എല്ലാത്തിലും അവൻ പേടിണ്ടാകട്ടെ. ഇലാ അൻ യതൂബ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവൻ തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ. വഹാദാ ളാഹിറുൻ ഫീ കുല്ലി മൻ യതആതൂന ഹാദിഹിൽ അഷ്യ, ഇത്തരം സംഗതികളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെ നമ്മളിത് കാണാം. തജിദൂനഹും മിൻ അശദ്ദിൻ നാസി ഖലഖൻ വഹമ്മൻ വഖൗഫൻ വതവഖ്വൻ ലിൽ മക്റൂഹി ഫീ കുല്ലി ലഹ്ളത്തിൻ വമിൻ കുല്ലി ഷഖ്സിൻ, എല്ലാ ആളുകളിൽ നിന്നും എല്ലാ സമയത്തും അവർക്ക് ആകെ വെറുക്കപ്പെട്ട സംഗതികൾ, പ്രയാസമുള്ള സംഗതികൾ എല്ലാം സംഭവിക്കുന്നതായിട്ടും അവർക്ക് ഭയവും ഹമ്മും കലക്കും ബേജാറ്, ഇതൊക്കെ ജനങ്ങളിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. കാരണം ഇത്തരം സംഗതികളുടെ പിന്നാലെ പോകുന്നവർക്ക് ഒരു സമാധാനം ജീവിതത്തിൽ ഉണ്ടാവാറില്ല എന്നതാണ്. ഇനി അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയ്ഖ് അവർ പറഞ്ഞു, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവർ വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ യാനി ലിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, അതായത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അവരിൽ നിന്നുള്ള മറ്റൊരു ഹദീസിൽ, മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, ആരെടുത്തൻ തമീമത്ത് ബന്ധിപ്പിച്ചുവോ അവന് ഷിർക്ക് ചെയ്തു. ഹാദാ ഫീഹാ സിയാദത്തുൻ അലാ ദുആഇ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ നിന്ന് അധികമായതുണ്ട്. എന്താണ്? ബിഅന്നഹു ഖദ് അശ്റക, അവൻ ഷിർക്ക് ചെയ്തു എന്നുകൂടി നബി പറഞ്ഞു. ഫഹാദാ തുസീബുഹു മുസീബത്താനി, അപ്പോൾ അവന് രണ്ട് മുസീബത്താ, രണ്ടാപത്താ. ഇങ്ങനെ പിന്നെ ഏലസും മൈക്കല്ലൊക്കെ കെട്ടുന്ന ആൾക്കാർ. മുസീബത്തു ദഅവത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രാർത്ഥനയുടെ ആപത്ത്. വൽ മുസീബത്തു സാനിയ, രണ്ടാമത്തെ മുസീബത്ത് എന്താ? ഫി അഖീദത്തിഹി,
അവൻ്റെ വിശ്വാസ കാര്യത്തിലുള്ള മുസീബത്താണ്. വഹി അന്നഹു ഖദ് അശ്റക ബില്ലാഹി അസ്സ വജൽ, അള്ളാഹു അസ്സ വജലിന് അവൻ ഷിർക്ക് ചെയ്തു എന്നുള്ളതാണ്. ബിത്തിഖാദി ഹാദ ഷൈ, ഈ കാര്യം സ്വീകരിച്ചതിനാൽ. വഹാദാഹു അഷ്ഷാഹിദ് മിനൽ ഹദീസിൽ ബാബ്, അതാണ് ഈ ഹദീസിന്, ഈ ബാബിന്, ഈ അധ്യായത്തിന്, ഈ ഹദീസിൽ നിന്നുള്ള ഷാഹിദ്. ലിഅനൽ ബാബ്, കാരണം ബാബ് എന്താണ് പേര്, ഈ ബാബിൻ്റെ പേരെന്താ ഷെയ്ഖ് അവറുകൾ കൊടുത്തിട്ടുള്ളത്? ബാബു മിനശ്ശിർക്കി തഅലീഖുൽ ഹൽഖത്തി വൽ ഖൈത്തി വനഹിമ. ഹൽഖത്ത് വളയം, ഖൈത്ത് ചരട് ഒക്കെ ബന്ധിപ്പിക്കൽ ഷിർക്കിൽപ്പെട്ടതാണ്, അതുപോലുള്ളതൊക്കെ ധരിക്കൽ ഷിർക്കിൽപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫൈൻ കുൽത്ത, നീ ചോദിച്ചാൽ മാനവു ഹാദ ഷിർക്ക്, ഇതെന്ത് ഷിർക്കാണ്? അതായത് ഹൽ ഹുവ ഷിർക്കുൽ അക്ബറു, ഇത് വലിയ ഷിർക്കാണ്, ഷിർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരം ഷിർക്കാണ്. അങ്ങനെ ഒരാൾ ചരട് ഐക്കല്യ അരസ് കെട്ടിയും ചേർത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നഖൂലു, നാം പറയുന്നു ഫിഹി തഫ്സീലിൻ, ഇതിൽ അത് വിഭജിച്ച് പറയണം, വിശദീകരിച്ച് പറയണം. എന്താണ്? ഇൻകാന യറ അന്നഹ തഖീഹി മിൻ ദൂനില്ലാഹി ഫഹാദ ഷിർക്കുൻ അക്ബർ, അള്ളാഹുവിനെ കൂടാതെ ഈ ചരട് അല്ലെങ്കിൽ ഐക്കല്യ ഏലസ് അത് തന്നെയാണ് നമ്മളെ കാക്കുന്നത് എന്ന് ആണ് അവൻ വിശ്വസിക്കുന്നത് എങ്കിൽ അത് ഷിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്ക് തന്നെ. വൈൻകാന യഅ്തഖിദു അന്നഹ സബബുൻ ഫഖത്ത് വൽ വാഖിഹു അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ ഐക്കല്യ ഏലസ്, ആ ചരട് വളയം എന്തോ ആട്ടെ, ആ രക്ഷ അവൻ ബന്ധിച്ചത്, അവൻ കെട്ടിയത്, അത് ഒരു കാരണം മാത്രമാണ്. അള്ളാഹു ആണ് യഥാർത്ഥത്തിൽ അവനെ സംരക്ഷിക്കുന്നത് എന്നാണ് വിശ്വാസമെങ്കിൽ ഫഹാദ ഷിർക്കുൻ അസ്ഗറു, ഇത് ചെറിയ ഷിർക്കാണ്. ലിഅന്ന അല്ലാഹ ലം യജ്അൽ ഹാദിഹിൽ അഷ്യാ സബബ, ഈ വസ്തുക്കളെ അള്ളാഹു സബബായി നിശ്ചയിച്ചിട്ടില്ല, അതിനൊരു തെളിവില്ല എന്നതാണ്. ഇനി ഇവിടെ ഈ കിതാബിലുള്ളതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഇവിടെ ഖുർആൻ ആയത്തുകൾ, ദിക്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതി കെട്ടുന്നത് എങ്കിൽ അതിൽ ഈ ഹദീസ് അതിൻ്റെ പരിധിയിൽ വരുമോ ഇല്ലേ? അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ട് മുതലേ അഭിപ്രായ ഭിന്നത ഉള്ളൊരു വിഷയമാണ്. അപ്പോൾ കൂടുതൽ ശരിയായ വീക്ഷണം അതും ഉൾപ്പെടുമെന്നാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വ്യക്തമായിട്ട് നസ്സായിട്ട് ഹദീസിലൊന്നും അങ്ങനെ സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളില്ല. ചില ദുർബലമായ റിപ്പോർട്ടുകളുണ്ട് എന്നതല്ലാതെ ഇങ്ങനെ ഒരു സഹാബിൽ നിന്നുള്ള ദുർബലമായ റിപ്പോർട്ടൊക്കെ ഉണ്ട്, അതും നബി പറഞ്ഞതല്ല. ഇങ്ങനെ എന്തെങ്കിലും എഴുതിക്കെട്ടുക എന്നത്. അതേസമയം റൊക്കയ്യ, നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് മന്ത്രം, ഷറയ്യായ മന്ത്രങ്ങൾ, അതൊക്കെ സ്ഥിരപ്പെട്ടതാണ്. അത് ഇങ്ങനെ എന്തെങ്കിലും സാധനം അതിൽ എഴുതി കെട്ടിയിട്ട് ശരീരത്തെ കെട്ടി തൂക്കിയിടുക, ഐക്കല്യ കിട്ടുക, ഏലസ് കിട്ടുക, ഇത് ഷറയിൽ അതിന് സ്വഹിയായ തെളിവുകളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഷിർക്കിൻ്റെ വചനങ്ങളും കാര്യമാണെങ്കിലാണ് ഷിർക്ക് വരിക, അല്ലെങ്കിൽ ഖുർആൻ ആയത്തോ ദിക്റൊക്കെ ആണെങ്കിൽ അത് ഷിർക്ക് വരില്ല എന്നുള്ള അഭിപ്രായം അത്ര സ്വീകാര്യമായ അഭിപ്രായമല്ല. മാത്രമല്ല ഇതൊക്കെ കെട്ടിയിട്ട് എങ്ങനെ ബാത്റൂമിലൊക്കെ പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സംഗതികൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്.